സന്യാസിമാരെ ഗംഗയിലേക്ക് കെട്ടിത്താഴ്ത്തുക. ഇത് ഞാൻ പറയുന്നത് വാരണാസിയിലല്ല, ഹരിദ്വാറിലാണ്. ഹരിദ്വാറിൽ നീൽധാര എന്ന് പറഞ്ഞൊരു ഘാട്ടുണ്ട്. അധികാരം അങ്ങനെ പെട്ടെന്ന് എത്തിപ്പെടാത്തൊരു സ്ഥലമാണത്. അപ്പോൾ ഈ സന്യാസിമാരെന്ന് പറയുമ്പോൾ മഹാമണ്ഡലേശ്വർ എന്ന് പറഞ്ഞുള്ള പദവി നമ്മുടെ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ള ദശനാമി സമ്പ്രദായത്തില് ഓരോ സ്ഥാനപ്പേരുകളുണ്ട്. അതിൽ ഈ മഹാമണ്ഡലേശ്വരോ അതിന് മുകളിലോ പദവിയുള്ള സന്യാസിമാര് മരിക്കുന്നതിന് മുമ്പ് അവരുടെ ശിഷ്യരോട് പറയും, എനിക്ക് ജലസമാധി വേണം. ഭൂസമാധി ഉണ്ട്, അഗ്നിസമാധി ഉണ്ട്, ജലസമാധി ഉണ്ട്. അതിൽ ജലസമാധി പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ പൂജാ ചടങ്ങുകളൊക്കെ നടത്തിയ ശേഷം അവരെ തോണിയിലിരുത്തിയിട്ട് വലിയ ചാക്കുകളിൽ പാറക്കല്ലുകൾ കെട്ടിയിട്ട് ഗംഗയിലേക്ക് ഇങ്ങനെ കെട്ടിത്താഴ്ത്തുകയാണ് ചെയ്യുക. ആ പത്മാസനത്തിൽ ഇരുത്തിക്കൊണ്ട് അതേ ഇരിപ്പ് തന്നെയാണ് ഗംഗയിലേക്ക് താഴ്ത്തുക. ഇനി അങ്ങനെയും കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു ചന്ദനത്തിന്റെ ബോക്സിലേക്ക് ഈ പറഞ്ഞ ആളെ ഇരുത്തിയിട്ട് ആ ബോക്സിന് 4 ഭാഗത്തും വലിയ കല്ലുകൾ വെച്ചിട്ട് ആ ബോക്സ് അതുപോലെ അപ്പാടെ ഗംഗയിലേക്ക് താഴ്ത്തുന്ന ഒരു പ്രോസസ് ഉണ്ട്. നമ്മുടെ മോദി ഗവൺമെന്റ് വന്ന ശേഷം ക്ലീൻ ഗംഗ മിഷൻ വന്നു. അതിനുശേഷം ഈ ഒരു റിച്വൽ നിർത്തലാക്കിയതാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് എപ്പോൾ പോയാലും 1-2 ബോഡീസ് ഗംഗയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഞാൻ ഈ പുതിയ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി ചേർത്തിട്ടുള്ളത്. ഒരു ആഡിങ്ങും ഇല്ല, ഒരു എന്താ പറയാ അതിശയോക്തി ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതൊക്കെ ശരിക്കുള്ളതാണോ, അതുകൊണ്ടാണ് ഈ വിഷ്വൽസും കൂടി ഇതിന്റെ